ചില ചെടികൾ നമ്മൾ വളർത്തുന്നത് ഉദ്യാന ഭംഗിക്ക് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ചില ചെടികളുണ്ട്. ആ തരത്തിൽപ്പെട്ട ഒരു ചെടിയാണ് സ്പൈഡർ പ്ലാന്റ് അല്ലെങ്കിൽ റിബൺ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടി. ഇതിന്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഏറ്റവും മികച്ച ഒരു എയർ പ്യൂരിഫൈങ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യപൂർവ്വം വീടിനകത്ത് ഇൻഡോർ ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. കാർബൺ മോണോക്സൈഡ്, സൈലിൻ, ഫോർമാൽഡിഹൈഡ് ഇവയൊക്കെ നീക്കാനായിട്ട് ഈ ചെടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ അകത്തൊക്കെ ഓക്സിജന്റെ അളവ് നന്നായിട്ട് കൂട്ടാനും ഈ ചെടി സഹായിക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് നിലത്തോ പോട്ടിലോ ഒക്കെ ആയിട്ട് വളർത്താവുന്നതാണ്. ഹാങ്ങിങ് ആയിട്ട് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ ഒരു ഇലയുടെ അറ്റമൊക്കെ ഒരു ബ്രൗൺ നിറത്തിലൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം. ഒരുപാട് ഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശം അടിക്കുന്നത് കൊണ്ടും അതുപോലെ ഓവറായിട്ട് നമ്മൾ വളം കൊടുക്കുന്നത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. വളരെ കെയർലെസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇതിന്റെ ഈ ചുവട്ടിലെ മണ്ണൊക്കെ ഇതുപോലെ ഇളകി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തൈകൾ പെട്ടെന്ന് പൊട്ടി ഉണ്ടാവാനായിട്ട് സഹായിക്കും കേട്ടോ. വളത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടിയും മണ്ണും മണലും ചകിരിച്ചോറൂടെ മിക്സ് ചെയ്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു 3-4 മാസത്തിന് ശേഷം നമ്മൾ ഇടയ്ക്കിടെ ചാണകപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്താലും മതി. അത് മാസത്തിൽ ഒരിക്കലായാലും മതി. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നതും അതുപോലെ പച്ചച്ചാണകം കലക്കി അതിന്റെ തെളി ഒഴിക്കുന്നതും ഒരുപാട് തൈകൾ ഉണ്ടായി നല്ല ഫ്രഷ് ആയിട്ട് ഇതിന്റെ ഇലകളൊക്കെ നിൽക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ചെടിയെ ഇൻഡോർ ആയിട്ട് എങ്ങനെയൊക്കെ വളർത്താമെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ വെള്ളത്തിൽ വളർത്തിയിരിക്കുന്ന ഒരു സ്പൈഡർ പ്ലാന്റ് ആണ്. ഇതിനെ നമുക്ക് നേരിട്ട് മണ്ണിൽ വേണമെന്നുണ്ടെങ്കിലും വളർത്താവുന്നതാണ്, ലിവിംഗ് റൂമിലൊക്കെ വെക്കാനായിട്ട്. വെള്ളത്തിലാണ് നമ്മൾ ഈ ചെടി നടാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഞാനിവിടെ കുറച്ച് തൈകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മണ്ണിലാണെങ്കിലും പോട്ടിലാണെങ്കിലും ഇത് നട്ടിരിക്കുന്നിടത്തുനിന്ന് ഇതുപോലെ കുറച്ചൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വേരുകൾ ഇരുന്നാൽ തന്നെ അതിൽ നിന്നും പെട്ടെന്ന് പുതിയ തൈകളൊക്കെ ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. മണ്ണിലാണെന്നുണ്ടെങ്കിലും നമ്മൾ വെള്ളത്തിൽ സാധാരണയായിട്ട് വളർത്തുന്ന മണി പ്ലാന്റ് പോലെയൊക്കെയുള്ള ചെടികൾക്ക് കൊടുക്കുന്ന മുട്ടത്തോട് പൊടിച്ച ഒരു പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങുന്നതിന്റെ ഒരു വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ കുറച്ച് ഒരു സ്പൂൺ പാലൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. ഈ ഒരു ചെടി കണ്ടില്ലേ, ഇതിൽ പുതിയതായിട്ട് കുറേ റൂട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ് നമ്മൾ ഇതുപോലെ ഇൻഡോർ ആയിട്ട് ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ. സ്പൈഡർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൂര്യപ്രകാശം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് വേണം കേട്ടോ. ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് വേണ്ടെങ്കിലും. അതുകൊണ്ട് അധികം ലൈറ്റ് ഇല്ലാത്ത വെന്റിലേഷൻ ഒന്നും ഇല്ലാത്ത റൂമിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ സിറ്റ് ഔട്ട് പോർഷനോ അല്ലാന്നുണ്ടെങ്കിൽ ബാൽക്കണിയിലോ ഒക്കെ വെച്ചിട്ട് ലൈറ്റ് കിട്ടുന്ന രീതിയിലൊന്ന് വെക്കണം. പെട്ടെന്ന് സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കരുത്. കാരണം അകത്തിരുന്നിട്ട് സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്ന ഇതിന്റെ ഇലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ള